ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിഷുവാണ്. വിഷുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ മേടമാസം തുടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മുടെ അസ്ട്രോളജിക്കൽ ചാർട്ട് അനുസരിച്ച് പുതുവർഷമാണ്. ഓക്കെ, കാരണം മേടം രാശിയിലേക്ക് സൂര്യൻ എത്തുന്ന സമയമാണ്. അപ്പോൾ അത് പുതുവർഷമായിട്ടാണ് നമ്മൾ കണക്കാക്കുക. അതുമാത്രമല്ല, ഈ മേടമാസം തൊട്ടാണ് ഈ കാർഷികപരമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹാർവസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേടമാസം എപ്പോഴും പുതിയ തുടക്കത്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പുതുവർഷം, ഞാൻ പുതുവർഷം എന്ന് ഉദ്ദേശിക്കുന്നത് മേടം 1-ാം തീയതി തൊട്ടുള്ള സമയമാണ്. ഓക്കെ, ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലും അതുപോലെ നിങ്ങളുടെ ജോലിയിലും എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഗൈഡൻസുമാണ് ഈ റീഡിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളുണ്ട്. ഓരോ ഗ്രൂപ്പിനും ഓരോ ചാമുകളുണ്ട്. 3 ഗ്രൂപ്പിൻ്റെയും ടൈം സ്റ്റാമ്പ്സ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്നതാണ്. ഓക്കെ, ഇതാണ് ഗ്രൂപ്പ് 1ൻ്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒരു ഗ്രൂപ്പിൽ തന്നെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അഥവാ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. നിങ്ങളുടെ കറണ്ട് എനർജിയുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നവ മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേ വിഷയത്തിലോ അല്ലെങ്കിൽ വേറെ വ്യത്യസ്തമായ വിഷയത്തിലോ റീഡിംഗ് ആവശ്യമാണെങ്കിൽ, പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ എന്നെ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂറ്റീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ മേടമാസം 1-ാം തീയതി മുതൽ ഒരു വർഷത്തേക്ക് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടേഴ്സിന്റെ സാമ്പത്തിക മേഖല എങ്ങനെയാകും, എന്തൊക്കെ മാറ്റങ്ങൾ, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ക്ലാരിഫൈ ദ 9 of cups. Clarify Six of Wands. അണ്ടർലൈൻ എനർജി വേൾഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ആദ്യം തന്നെ കിട്ടിയ കാർഡ് 9 of Cups ആണ് അല്ലെ, ആഗ്രഹ സബലീകരണം എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, സാമ്പത്തിക മേഖലയിൽ ഏത് തരത്തിലുള്ള ഒരു മാറ്റം, ഒരു ഉയർച്ചയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളിലേക്ക് എത്തുന്നതിനുള്ള എല്ലാ സാധ്യതയും, അത് നിങ്ങൾ അനുഭവിക്കുന്നതിനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, 9 of Cups വെച്ചിട്ട് അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉയർച്ചകൾ, ഓക്കെ, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഒക്കെ സാമ്പത്തിക മേഖലയിൽ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അതായത് ഈ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഉള്ള ഒരു പുതിയ വരുമാന മാർഗം, ഓക്കെ, നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നതായിരിക്കില്ല, പക്ഷെ ആരെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും വളരെ ലെജിറ്റ് ആയിട്ടുള്ള എന്താ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം സോഴ്സ്. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഒരു ബിസിനസ്സോ സൈഡ് ഹസലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തൊരു ഇൻകം പെട്ടെന്ന് അതിൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിച്ചതിൽ നിങ്ങളൊരു എന്താ പറയുക ഏകദേശ കണക്ക് വെച്ചിട്ടുണ്ടാവും, പക്ഷെ അതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാകുക. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സാമ്പത്തിക ഒരു എന്താ പറയാ ഉയർച്ചയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ 6 of Wands ആണ് കാണുന്നത്. നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ബിസിനസ്സോ അല്ലെങ്കിൽ സൈഡ് ഹസലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ പേരും പ്രശസ്തിയൊക്കെ ലഭിക്കുന്നതിനും അതിന്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാകുന്നതിനും അങ്ങനെ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഒരു ഉന്നതി അനുഭവിക്കാനും ഒരു സാധ്യത കാണുന്നു. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു പുതുവർഷം എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അടുത്ത മേടമാസത്തിന്റെ ഉള്ളിലത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. മാത്രമല്ല നിങ്ങൾ കുറേയും കൂടെ ഫോക്കസ് ചെയ്ത് വളരെ മൈൻഡ്ഫുൾ ആയിട്ട് നിങ്ങൾ പണം ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ നടത്തുന്നതായിട്ടും എന്താ പറയാ നിങ്ങളുടെ ആ ഒരു വളരെ ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുന്നതും സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നതായിട്ടും കാണുന്നുണ്ട്.
ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ ഇപ്പൊ ഇത്രയും നാൾ കൊണ്ട് നേടിയെടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഈ സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ നിങ്ങളുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു സ്വപ്നം ഉണ്ട് ഇല്ലേ? അത് നേടിയെടുക്കാൻ നിങ്ങൾ ഇപ്പൊ എത്രത്തോളം എന്താ പറയാ, ആരും അറിയാതെ നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടോ, നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ, അതിന്റെ ഫലമാണ് ഇനി വരുന്ന ഈ വർഷത്തിൽ നിങ്ങൾ അനുഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനിയിപ്പോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഈ ഒരു വർഷത്തിലേക്ക് ഒരു അവസരം കിട്ടുകയാണ്. ഇപ്പോഴേ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുക. കാരണം നിങ്ങൾ എത്രത്തോളം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു, അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഈ വർഷം തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അത്രയും ഫേവറബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, വേൾഡ് കാർഡ് പറയുമ്പോൾ തന്നെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുക. ഇപ്പോഴുള്ള സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ഘട്ടത്തിൽ നിന്ന് പുതിയൊരു ഘട്ടത്തിലേക്ക്, അടുത്തൊരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായിട്ടുള്ള അവസരങ്ങൾ തേടിയെത്തുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എപ്പോഴും വിശ്വസിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആണ് എപ്പോഴും ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ശരിയായ ചോയ്സസ് ഒക്കെ തിരഞ്ഞെടുക്കുന്നതിനൊക്കെ നിങ്ങളെ സഹായിക്കുക. അപ്പൊ ആ ഇൻറ്റ്യൂഷനെയാണ് നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, അപ്പോൾ വളരെ നല്ലൊരു എനർജിയാണ് അല്ലെ, ഈ ഒരു എനർജി ഈ ഒരു വർഷം മുഴുവനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, ക്ഷമയോടെ ആയിരിക്കുക, ഡിസിപ്ലിൻ ആയിരിക്കുക. ഓക്കെ, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്, സാമ്പത്തികമായിട്ടൊരു ഉന്നതി ലഭിക്കുന്നതിന് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ പരിശ്രമങ്ങൾ കൃത്യമായിട്ട്, അതെല്ലാം നിരന്തരമായിട്ട് ചെയ്യുക. അത് കുറച്ച് ദിവസം ചെയ്യുന്നു, പിന്നെ അതിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നു, പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ വീണ്ടും, അങ്ങനെയല്ല, കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ക്ഷമയും ഉണ്ടായിരിക്കണം. ഓക്കെ, പെട്ടെന്ന് നടക്കണം, അങ്ങനെ ഒരു ധൃതി പാടില്ല എന്ന് പറയുന്നു. ആകർഷിക്കാനാ പറയണേ, അതിന്റെ പിന്നാലെ പോകല്ല, നിങ്ങൾ അതിനെ ആകർഷിക്കാൻ നിങ്ങളിലേക്ക്. എംപ്രസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം, കൃത്യമായ പ്ലാനിങ്. ഓക്കെ, കാരണം കണ്ടോ, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസും ആ ഒരു ജീവിത രീതിയിൽ, ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഒക്കെ നിങ്ങൾക്ക് ഈ വർഷം അത് നടപ്പിലാക്കാൻ പറ്റും. അതിനുള്ള എല്ലാ അവസരങ്ങളും അല്ലെങ്കിൽ അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, പൈസ ഇങ്ങനെ വന്നു തുടങ്ങുമ്പോൾ, അതായത് ആ ഒരു പ്രോഗ്രസ് കാണുമ്പോൾ വേഗം വരണം, അങ്ങനത്തെ ഒരു ധൃതി വേണ്ട. അത് സംഭവിക്കട്ടെ, അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്, അത് നാച്ചുറലി അത് വന്നു ചേരും എന്നുള്ള ഒരു മൈൻഡ് സെറ്റില്, ആ ഒരു എംപ്രസ് മൈൻഡ് സെറ്റിൽ ആയിരിക്കാം. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഡിസിപ്ലിൻ ആയിരിക്കാം, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക. കുറെ പൈസ വരുന്നു എന്നതിനർത്ഥം ദൂർത്തടിക്കാം എന്നല്ല, അത് കൃത്യമായി സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, മനസ്സിലായോ? ആ ഒരു വെൽത്ത് ക്രിയേഷനിൽ ഫോക്കസ് ചെയ്യുക. ഭാവിയിലേക്കും വേണ്ടിയിട്ട് അത് വളർത്തിയെടുക്കുന്നതിന്, നിങ്ങളുടെ സ്വന്തമായിട്ട് ഒരു സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ അതിനെ ഉപയോഗിക്കുക, കൃത്യമായി ഉപയോഗിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക, ക്ഷമയോടെ ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾ അതിനായിട്ട് ഈ സാമ്പത്തികമായിട്ട് ഉന്നതി കൊണ്ടുവരുന്നതിന് നിങ്ങൾ എന്തൊക്കെ ശ്രമിക്കുന്നുണ്ടോ, ഏതൊക്കെ രീതിയിൽ ശ്രമിക്കുന്നുണ്ടോ, അത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുക. പൈസ കുറച്ച് വന്നു തുടങ്ങുമ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും കഷ്ടപ്പെടണ്ട, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യണ്ട എന്നല്ല, നിങ്ങൾ അത് കണ്ടിന്യൂസ്ലി ചെയ്യുക. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും റിച്വൽ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ്ലി ചെയ്യാം. നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ അതനുസരിച്ച് ആ എനർജിയിൽ തന്നെ നിങ്ങളായിരിക്കും. ഓക്കെ, പിന്നെ എംപറേഴ്സ് എനർജി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിനെ ആസ്വദിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സാമ്പത്തിക ഉന്നതി ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലും ജീവിത രീതിയിലും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു പറയുന്നില്ല, പക്ഷെ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിരിക്കണം. ഓക്കെ, സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാവുന്നുണ്ട്, പക്ഷെ നിങ്ങൾ പഴയപടി തന്നെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ശരിയായ രീതിയല്ല. മനസ്സിലായോ? നിങ്ങൾ അതനുസരിച്ച് സാമ്പത്തിക മേഖലയിൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലും ഒരു ചെറിയ അപ്ഗ്രേഡ് അത് കൊണ്ടുവരിക, അത് അത്യാവശ്യം തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി, നിങ്ങളുടെ വസ്ത്രധാരണത്തിലും ഒക്കെ അതനുസരിച്ച് ഒരു പടി ഒന്ന് ഉയരുക. ഓക്കെ, കൂടുതൽ പിശുക്ക്, ചിലർക്ക് അങ്ങനെയാണ്, കൂടുതൽ പണം വരുമ്പോൾ കൂടുതൽ പിശുക്കാണ്ടാവുക, അത് പാടില്ല. അപ്പൊ എന്തുണ്ടാവുന്ന വെച്ചാൽ ലോങ് ടേമിലേക്ക് ആ പൈസ നിൽക്കില്ല, അല്ലെങ്കിൽ ആ പൈസ കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഇന്ന് അത് പോവും. കാരണം നിങ്ങൾ എന്താണ് യൂണിവേഴ്സിനോട് പറയുന്നത്, ഇത്രയും പൈസ എന്നിൽ ഇരിക്കാൻ, അല്ലെങ്കിൽ ഇതിന് കൂടുതൽ എനിക്ക് വരാനായിട്ട് സാധ്യതയില്ല, ഇത് തന്നെ വന്നത് എന്തോ ഭാഗ്യം കൊണ്ടാണ്, ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ ഇതൊക്കെ എന്നിൽ നഷ്ടപ്പെടും, ഇങ്ങനത്തെ ഒക്കെ ഒരു ചിന്തകളാണ്, ലാക്ക് മൈൻഡ് സെറ്റ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാവുമ്പോൾ അത് നിങ്ങളിൽ നിന്ന് പോവും. മനസ്സിലായില്ലേ? പിന്നെ പ്ലാനിങ്, കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതായത് ഈ നിങ്ങളിലേക്ക് പൈസ വരുമ്പോൾ നിങ്ങളുടെ അടുക്കുന്ന ചില ആളുകളുണ്ടാവും. ആ പണം വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുമ്പോൾ അടുക്കുന്ന ചില വ്യക്തികൾ വളരെ അടുപ്പം കാണിക്കുക, നിങ്ങളോട് പൈസ ഒക്കെ ചോദിക്കുക. ഓക്കെ, അത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക.
കാരണം അവർക്ക് അവിടെ വേണ്ടത് നിങ്ങളുടെ പണം മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആളുകളെ പരമാവധി അകറ്റി നിർത്തുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ കുറച്ച് നിങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനാണ് നിങ്ങൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. ഉദാര മനസ്സ് അങ്ങനെ വേണം എന്ന് പറയണില്ല. ഓക്കെ, അർഹിക്കുന്നവരെ സഹായിക്കാം. പക്ഷേ എന്താ പറയാ, നമുക്ക് അങ്ങനെ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വല്ലാത്തൊരു ജനറസ് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ പോകും. സാരില്ല, കുഴപ്പമില്ല. അപ്പൊ അറിയാം ചിലർ ചൂഷണം ചെയ്യാനാ പറഞ്ഞാൽ എന്നാലും ആ കുഴപ്പമില്ല, ഇപ്പൊ കുറച്ച് പൈസ കൊടുത്താൽ നമുക്ക് അതൊക്കെ ഉണ്ടല്ലോ, കൊടുക്കാനുണ്ടല്ലോ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ വരും. അത് വേണ്ട എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. ഇനി നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് നമുക്ക് നോക്കാം. Clarify the Seven of Wands. Clarify the Seven of Wands. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അണ്ടർലൈൻ എനർജി സ്റ്റാർ കാർഡ് ആണ്. വിഷ് ഫുൾഫിൽമെന്റ് കാർഡ് തന്നെയാണ് കിട്ടുന്നത്. അതും ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ കാർഡ് സെവൻ ഓഫ് വാൻസ് ആണ്. ഈ ഒരു ഡെക്കിലെ ഈ കാർഡ് ശ്രദ്ധിക്കുക. സെവൻ ഓഫ് വാൻസ് എന്താണ് കാണിക്കുന്നത്? ഒരു വിജയിയാണ് നമ്മളിവിടെ കാണുന്നത്, അല്ലെ? അവര് അത്രയും കഷ്ടപ്പെട്ട് അവര് ആഗ്രഹിച്ച ആ ഒരു ഉയർച്ചയിൽ എത്തി നിൽക്കുന്ന അതിന്റെ ഒരു സന്തോഷമുണ്ട്, ഒരു ആത്മവിശ്വാസം ഉണ്ട്. അതേസമയം അവര് എന്താണോ നേടിയെടുത്തത് അതിനെ അവർ വളരെ പ്രൊട്ടക്റ്റീവ് ആണ് അതിനെ കുറിച്ച്. മനസ്സിലായോ? ഈ രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗിളിംഗ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് കരിയറിൽ നിങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ്ലി അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഓക്കെ, നിങ്ങൾ അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നു, ആക്ഷൻസ് എടുക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത് നേടിയെടുക്കുന്ന, അതിന്റെ വിജയത്തിലേക്ക് എത്തുന്ന, ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം. ഓക്കെ, കരിയറിൽ കൂടുതൽ ഒരു സ്ഥിരത ഉണ്ടാകുന്നു നിങ്ങൾക്ക്. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഒരു കൂടുതൽ, ഓൾറെഡി ജോലി ഉള്ളവരാണ്, നിങ്ങളുടെ ആ ഒരു മേഖല ഏതാണോ അതിൽ കുറേയും കൂടെ അറിവുകൾ നിങ്ങൾ നേടുന്നു. ആ അറിവ് നേടുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്താ പറയാ, വളരെയധികം ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ കൂടുന്നുണ്ട്. ഒരു എക്സ്പേർട്ട് ആയിട്ട് നിങ്ങൾ മാറുകയാണ് നിങ്ങളുടെ ആ ഒരു മേഖലയിൽ. ഓക്കെ, അതിനനുസരിച്ച് അറിവുകൾ നേടുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. അത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ ആ ഒരു പൊസിഷൻ സ്റ്റേബിൾ ചെയ്യുകയാണ്. അതിനൊരു സെക്യൂരിറ്റി കൊണ്ടുവരാണ്. ഓക്കെ, മാത്രമല്ല ഒരുപാട് പുതിയ അവസരങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും കരിയറിൽ ഉയരുന്നതിനും പുതിയ എന്താ പറയാ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിനും പുതിയ മേഖലയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾ തേടിയെത്തുന്നുണ്ട്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾ തേടിയെത്തുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങളുടെ നേട്ടങ്ങൾ നിങ്ങൾ ആഘോഷിക്കാനായിട്ട് ഇടവരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ആഘോഷിക്കേണ്ട തരത്തിലുള്ള അത്യാവശ്യം വലിയ വലിയ നേട്ടങ്ങളും ആഗ്രഹ സഫലീകരണമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങളുടെ കരിയറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, യെസ്, ഈ ഏസ് ഓഫ് വാൻസ് സ്പെസിഫിക്കലി 9 ഓഫ് കപ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു കരിയറിൽ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല നിങ്ങളുടെ ഒരു സോൾ ഫാമിലി മെമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരാളായിരിക്കാം. അവർ ഈ പറഞ്ഞ പോലെ ജോലിയിൽ കുറെ കൂടെ എക്സ്പേർട്ട് ആയുള്ള, കുറെ കൂടെ എക്സ്പീരിയൻസ് ഉള്ള, എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് കാണുന്നു. അവരുടെ ഒരു സഹായം, അവര് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജോലിയിൽ. ഓക്കെ, അവരെ പോലെ തന്നെ ഈ ജോലിയിൽ ഉയരുന്നതിനും അവരുടെ ഒരു ലെവൽ ഓഫ് എക്സ്പെർട്ടീസിൽ നിങ്ങൾ എത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസും സപ്പോർട്ടും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പൊ ആ ഒരാളുമായിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുള്ള ഒരാളായിരിക്കും. ഇപ്പൊ ചിലപ്പോൾ കറന്റ് ഒരു കണക്ഷൻ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ആ വ്യക്തി വീണ്ടും കോണ്ടാക്ട്, നിങ്ങൾ അവരുടെ ഇടയിൽ കോണ്ടാക്ട് വരുന്നുണ്ട്. അവർ ശരിക്കും നിങ്ങളുടെ ഒരു മെന്റർ ആണ് എന്ന് കാണുന്നുണ്ട്. കരിയറിൽ നിങ്ങളുടെ മെന്റർ ആണ് അവര്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അവരോട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അവരുടെ ഗൈഡൻസ് നിങ്ങൾക്ക് സ്വീകരിക്കാം, അത് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമാണ് ഉണ്ടാകുക. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുന്നത് ഡെഫിനറ്റ്ലി അത്രയും നിങ്ങൾ പരിശ്രമിച്ച് ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ, നിങ്ങളുടെ ജോലിയിൽ അതിൽ നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു എന്താ പറയണ്ടേ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ കണക്ട് ചെയ്യുന്നതാണ് വീൽ ഓഫ് ഫോർച്യൂൺ. അതായത് നിങ്ങളുടെ ഭാഗ്യം തെളിയുന്ന, ജോലിയിൽ നിങ്ങളുടെ ഭാഗ്യം തെളിയുന്ന സമയം. ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മികച്ച ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് എന്നും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, നിങ്ങളുടെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവം ഉണ്ടാവുക, നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും സന്തോഷം ഉണ്ടാവുക, അതൊക്കെ. പക്ഷെ അതിനേക്കാൾ മികച്ച ഒരു അനുഭവമായിരിക്കും എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്.
ഓക്കെ, നിങ്ങൾക്കും ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി തോന്നുന്നുണ്ടാവും ഇതങ്ങനെ നിസ്സാരമായിട്ടായിരിക്കില്ല സംഭവിക്കുക, ഇത് കുറച്ചൊരു എന്റെ ജീവിതത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ മൊമെന്റ് ആയിരിക്കും, അങ്ങനെ ഒരു തോന്നൽ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. അതിനെ വിശ്വസിക്കുക, കാരണം അത് സത്യമാണ്. മനസ്സിലായോ? ഇനി ഇപ്പൊ ജോലിയിൽ പൊതുവെ ഉയർച്ച, ഓക്കെ, അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു. അപ്പൊ ഈ അവസരങ്ങൾ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസരങ്ങളാണ്, പക്ഷെ അതിലൊരു അൺഎക്സ്പെക്ടഡ് എനർജി ഉണ്ട്. കാരണം ഏസ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന, ഔട്ട് ഓഫ് ബ്ലൂ വരുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള അവസരങ്ങളായിരിക്കും. അപ്പൊ ഈ അവസരങ്ങൾ വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഇത് നിങ്ങളുടെ കംഫർട്ട് സോൺ അല്ലാത്തത് കൊണ്ട് ഇത് പറ്റില്ല, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഇവിടെ ശരിയാവില്ല. ഓക്കെ, അത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. എപ്പോ വന്നാലും എങ്ങനെ വന്നാലും അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഈ പറയുന്ന ഇതിലൊക്കെ പറയുന്ന അവസരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതൊക്കെ ലെജിറ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല അവസരങ്ങളായിരിക്കും. റെഡ് ഫ്ലാഗ്സ് കാണുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി അല്ലാന്ന് മനസ്സിലാക്കാം. ഓക്കെ, റെഡ് ഫ്ലാഗ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ടോക്സിക് ആണ്, നമുക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കുക, അതിനെ വിട്ടുകളയാം. ഇനി ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അട്രാക്ട് ചെയ്യുന്നതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, നിങ്ങൾക്കുള്ള അഡ്വൈസ് ആണ് യൂണിവേഴ്സിന്റെ. നിങ്ങളോടും പറയുന്നതും എന്ത് തന്നെയാണെന്ന് വെച്ചാല് നിങ്ങളുടെ ആ ഒരു നെക്സ്റ്റ് വേർഷനിലേക്ക് നിങ്ങൾ മാറണം. ഓക്കെ, നിങ്ങളുടെ ഓൾഡ് വേർഷനിൽ നിന്നുകൊണ്ട് ഈ ഒരു കരിയറിൽ ഈ ഒരു മാറ്റത്തെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങൾ പുറത്ത് വന്നേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഓൾഡ് വേർഷനിലാണ് നിങ്ങൾ അത് കാണുന്നു. ഓക്കെ, കരിയർ വൈസ് നോക്കുമ്പോൾ ആ ഒരു പഴയ രീതി തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നു. അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കഴിവുകളെ കുറിച്ചും നിങ്ങളുടെ കേപ്പബിലിറ്റീസിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ ഒരു ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവസരങ്ങൾ വരുമ്പോൾ ഓക്കെ, ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോലി അവസരങ്ങളായിരിക്കും. ജോലി ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചത് മികച്ചൊരു അവസരം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ അത് മാത്രമായിരിക്കില്ല, പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു പരിപാടിയുടെ ഒരു ഇവന്റിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് ക്ഷണം ലഭിക്കാം. ഓക്കെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നെറ്റ്വർക്കിംഗ്, ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്നതിനൊക്കെ ഒരു അവസരം അതിലൂടെ ഉണ്ടാകാം. അപ്പൊ അങ്ങനത്തെ ഒക്കെ അവസരങ്ങൾ കിട്ടുമ്പോൾ, ജോലിയുടെ അവസരങ്ങളായിക്കോട്ടെ, ഇതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനുള്ള അവസരങ്ങളായിക്കോട്ടെ കിട്ടുമ്പോൾ, പ്രധാനപ്പെട്ട പരിപാടികളുടെ ഭാഗമാകാനൊക്കെ അവസരം കിട്ടുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഞാനതിന് റെഡി ആണോ എന്നൊരു ഒരു കംഫർട്ടബിൾ അല്ലെങ്കിലും ഒരു ധൈര്യക്കുറവുണ്ടെങ്കിലും നിങ്ങൾ അത് സ്വീകരിക്കണം, അത് ആക്സെപ്റ്റ് ചെയ്ത് അത് സ്വീകരിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ, അവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ പുഷ് ചെയ്യണം, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങളെ പുഷ് ചെയ്യണമെന്ന് മനസ്സിലാക്കുക, അത് ചെയ്യണം, അത് അത്യാവശ്യം തന്നെയാണ് എന്ന് കാണുന്നു. പിന്നെ അതുപോലെ തന്നെ ജോലിയിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ പോലും നിങ്ങൾ ആസ്വദിക്കണം. ചെറിയ ചെറിയ നല്ല അനുഭവങ്ങളിൽ പോലും നിങ്ങൾ അതിലൊരു നന്ദി യൂണിവേഴ്സിനോട് പ്രകടിപ്പിക്കുക, അതുപോലെ തന്നെ അതിനെ ആസ്വദിക്കുക. കാരണം നിങ്ങൾ എത്രത്തോളം എൻജോയ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കരിയറിലായിരിക്കുന്നത്, അത്രത്തോളം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ എനർജീസ്, ഈ ഇതിൽ പറഞ്ഞിട്ടുള്ള എനർജീസ് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എന്താ മാത്രമല്ല, കൂടുതൽ ഈ പറഞ്ഞ പോലെ നല്ല നല്ല എക്സ്പീരിയൻസസ് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഈ വർഷോടനീളം അനുഭവിക്കാനും അതിലൂടെ സാധിക്കും. അപ്പോൾ ഹയർ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലായിരിക്കും മാത്രമല്ല കൂടുതൽ പോസിറ്റിവിറ്റി നിങ്ങളുടെ കരിയറിലേക്ക് കൊണ്ടുവരുന്നതിനും ഈ പറഞ്ഞ ഒരു മെന്റാലിറ്റി, ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളെ സഹായിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്രിസിയേഷനോ കാര്യങ്ങളോ ഒക്കെ ജോലിയിൽ കിട്ടുമ്പോൾ അത് സ്വീകരിക്കുക, അതിൽ അഭിമാനിക്കുക, അത് സ്വീകരിക്കുക. അവിടെ ഒരു ഓക്വേർഡ്നെസ് തോന്നേണ്ട ആവശ്യമില്ല. ഒരു എന്താ പറയാ, ഒരു നാണക്കേട് തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെ അയ്യോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ എല്ലാവരോടും മുന്നിച്ച് പറയണം, അതൊക്കെ കേൾക്കാൻ എനിക്ക് ഒരു അർഹതയില്ല എന്നൊരു തോന്നുന്നത് പുള്ളിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ചലിപ്പ് തോന്നാന്നൊക്കെ പറയില്ലേ, അങ്ങനെ എല്ലാവരും മുന്നിൽ വെച്ച് പറയുമ്പോൾ ഒരു എംബാരസ്മെന്റ്. അതിന്റെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന അച്ചീവ്മെന്റ്, അതിൽ നിങ്ങൾ സന്തോഷിക്കുക തന്നെ വേണം. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ അതിന് പുറത്തേക്ക് വരുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഗുണകരമായിരിക്കും നിങ്ങളുടെ കരിയറിൽ. അപ്പൊ ആ ഒരു കൊക്കൂണിൽ ജീവിക്കുന്ന രീതി അവസാനിപ്പിക്കുക, അതിൽ നിന്ന് പുറത്തു വരേണ്ട സമയമായിട്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ, കരിയർ ആയിക്കോട്ടെ, സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് ടൈം ഫ്രെയിം നമുക്ക് ലഭിക്കൂ എന്ന് നോക്കാം. അപ്പോൾ ഈ മേടമാസം തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ സാമ്പത്തികമായിട്ടും ജോലിയിലും വരുന്ന പോസിറ്റീവ് മാറ്റങ്ങളെ കുറിച്ച്, ഗ്രൂപ്പ് 1 ജീവിതത്തിൽ വരുന്ന പോസിറ്റീവ് മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സിഗ്നിഫിക്കൻറ്റ് ടൈം ഫ്രെയിം അവർക്ക് നൽകാനായിട്ട് സാധിക്കുമോ?
ഓക്കെ, നിങ്ങൾക്ക് 3 കാർഡ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ അത് ഒരു കാർഡ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ 3 കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്നോട് 3 കാർഡ് എടുക്കാനാണ് പറയണത്. അപ്പൊ ഞാൻ 3 കാർഡ് എടുക്കുകയാണ്. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ടൈം ഫ്രെയിംസ് നോട്ട് ചെയ്ത് വെക്കുക. അതായത് മേടമാസം 1 തൊട്ട് എന്നാണ് നിങ്ങൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ കിട്ടിയിട്ടുള്ള ആദ്യം കിട്ടിയിട്ടുള്ള ടൈം ഫ്രെയിം ആണ് ജൂപ്പിറ്റർ റെട്രോഗ്രേഡ്. അടുത്ത ജൂപ്പിറ്റർ റെട്രോഗ്രേഡ് അതെന്ന് പറയുന്നത് ഡിസംബർ 13, 2026 തൊട്ട് ഏപ്രിൽ 13, 2027 വരെയുള്ള സമയമാണ് അടുത്ത ജൂപ്പിറ്റർ റെട്രോഗ്രേഡ്. ആ ടൈം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ മേടമാസം തുടങ്ങി ഈ ഏപ്രിൽ 13, 2027 വരെയുള്ള സമയം, സ്പെസിഫിക്കലി ആ ഡിസംബർ 13 തൊട്ട് ഏപ്രിൽ 13 വരെയുള്ള സമയം. ഓക്കെ, അതിനാണ് ഒരു പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് 12 to 18 months എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ഒരു വർഷം, അതായത് ഈ മേടമാസം തൊട്ട് അടുത്ത മേടമാസം വരെ, അത് 12 മാസം, ഒന്നൊന്നര വർഷം എന്നുള്ളതാണ്. ഇപ്പൊ തുടങ്ങി ഒരു 1.5 വർഷം വരെയുള്ള സമയം. ഓക്കെ, അപ്പൊ ആ ഒരു ടൈം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സിഗ്നിഫിക്കന്റ് ആണ് എന്ന് കാണുന്നു. അപ്പൊ ഈ വർഷം മൊത്തം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കാണുന്നുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, സ്പിരിച്വൽ ബേസ്ഡ് ടൈം എന്ന് നമുക്ക് പറയാം. ആഫ്റ്റർ എ ട്രാൻസിഷൻ ദ ഔട്ട്കം അറൈവ്സ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് ചേഞ്ച്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടൊരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്ന ഒരു മാറ്റമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പൊതുവെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യമായ ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. ആ ഷിഫ്റ്റിന് ശേഷമാണ് നിങ്ങളുടെ ഈ സാമ്പത്തിക മേഖലയിലായിക്കോട്ടെ, കരിയറിലായിക്കോട്ടെ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരിക. ഓക്കെ, അപ്പൊ ഈ 3 ടൈം ഫ്രെയിം നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഒരു പക്ഷേ കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ടായിരിക്കാം നമുക്ക് ഈ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു പറഞ്ഞ സാമ്പത്തികവും നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട സമയങ്ങളാണ് ഈ പറഞ്ഞത്. അത് പറഞ്ഞു നോക്കിയ സമയമാണ് 11:11. ഓക്കെ, അപ്പൊ അത് കൺഫർമേഷൻ ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് 11 എന്നുള്ള സമയത്തിന് എന്ത് പ്രാധാന്യമുണ്ട്? ഞാൻ ഈ ഡെക്ക് മൊത്തം എടുത്തപ്പോൾ ഈ 11 എന്നുള്ള കാർഡ് മാത്രം അവിടെ കിടന്നു. ഓക്കെ, അപ്പൊ 11 ആ തീയതി ഒന്ന് നോട്ട് ചെയ്തേക്കുക. അത് ആ ഒരു സമയത്തിന് ഒരു പ്രാധാന്യം നിങ്ങളുടെ ഈ കളക്റ്റീവിലുള്ളവർക്ക് ഞാൻ കാണുന്നു. ഈ ഒരു വർഷം പ്രത്യേകിച്ച് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് കൊണ്ട് ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് അവർക്ക് അവരുമായി കണക്ട് ചെയ്യുന്ന ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഞാൻ ഈ കാർഡുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്യാപ്സ്യൂൾ ക്ലൂസിന് വളരെ പ്രാധാന്യമുണ്ട് ഈ റീഡിങ്ങില്. ഇതില് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യണം. ഒന്നില്ലെങ്കിൽ തീയതി, അല്ലെങ്കിൽ മാസം, രാശി, നക്ഷത്രം, ഓക്കെ, അല്ലെങ്കിൽ അക്ഷരങ്ങൾ, ഏതെങ്കിലും ഒന്ന് നിങ്ങളുമായി കണക്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ ഫയൽ നിങ്ങളുടെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ബാക്കി 2 ഫയലിൽ ഏതെങ്കിലും ഒന്ന് കാണേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അപ്പൊ അതിനൊരു പ്രാധാന്യം കൊടുക്കുക, കാരണം ഇതിൽ എക്സ്ട്രാ കൺഫർമേഷൻ തരുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി നമ്മൾ തീയതികൾ എടുക്കാം. അപ്പോൾ 11 നമുക്ക് കിട്ടിക്കഴിഞ്ഞു, പ്രധാനപ്പെട്ട തീയതികൾ. അപ്പൊ നിങ്ങളുടെ ജനന തീയതികൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കാം കേട്ടോ. 3, 6, 13, 10, 22, 24, 25, 26, 27. ഓക്കെ, തീയതികൾക്ക് വല്ലാത്തൊരു പ്രാധാന്യമുണ്ട്. അപ്പൊ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ തീയതികളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് നക്ഷത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഉത്രാടം, മകം, അശ്വതി, അവിട്ടം, ചതയം, പൂരാടം. ഇനി രാശികൾ കിട്ടിയിട്ടുണ്ട്. വൃശ്ചികം രാശി, ധനുരാശി, കർക്കിടകം രാശി, ഇടവം രാശി, മേഢം രാശി. നമ്മൾ മേടരാശിയുടെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. മേഢം രാശി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ജനിച്ച മാസം എന്ന് പറയുന്നത് മിഥുനം, കന്നി, മകരം. ഇതിലേതെല്ലാം ഒന്നാകാം.
ഇനി അക്ഷരങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ, നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ഇവിടെ ഉണ്ടാകാം. ഹ, ഇൽ, ഭ, ഒ, ഓ, ശ, ദ. ഓക്കെ, ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്, മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ, ഐശ്വര്യങ്ങൾ നിറഞ്ഞ, സമൃദ്ധി നിറഞ്ഞ വിഷു ആശംസിക്കുകയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ ഈ മേടമാസം തുടങ്ങി ഇനിയൊരു വർഷത്തേക്ക് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ എങ്ങനെയായിരിക്കും, ഓക്കെ, എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ആദ്യം. ഓക്കെ, അപ്പോൾ ഈ മേടം 1 മുതൽ ഒരു വർഷത്തേക്ക് ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടുള്ള കളക്ടീവ്സിന്റെ സാമ്പത്തിക മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സ്ട്രെങ്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. ക്ലാരിഫൈ ദ സ്ട്രെങ്ത് കാർഡ്, ക്ലാരിഫൈ ദ 9 of swords, clarify the 10 of swords. Okay. Okay, clearly 8 of swords ആണ് underlying energy. ക്ലിയർലി നിങ്ങൾക്ക് ഇവിടെ ഒരു ചേഞ്ച്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഓക്കെ, ആ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിന്ന് 10 of swordsന് 10 of pentaclesലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ വേറൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തില് നിങ്ങൾക്ക് പൈസനെ കുറിച്ച് ആശങ്കകൾ ഉണ്ടാകും. 9 of swords ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ അതായത് ആശങ്കകൾ ഉണ്ടാകുമെങ്കിലും പൈസ ഒക്കെ ചെലവാക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ഇത്തിരി കൂടുതൽ പൈസ ചെലവാക്കേണ്ട അവസരമൊക്കെ വരുമ്പോൾ നിങ്ങളിൽ പൈസ ഉണ്ട്, അപ്പൊ ചെലവാക്കേണ്ട ഒരു അവസരം വരുമ്പോൾ ഒരു അയ്യോ ഇത്ര പൈസ ചെലവാക്കി കഴിഞ്ഞാൽ എന്നൊക്കെ ഒരു ടെൻഷനുള്ളിൽ വരുമെങ്കിലും ആ ടെൻഷൻ, ആ അനാവശ്യ ചിന്തകളെ മറികടക്കാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെയും വളരെ ധൈര്യത്തോടെയുമാണ് പണമിടപാടുകൾ നടത്തുന്നത്, സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഇടപാടുകൾ നടത്തുന്നത് എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വർഷം വളരെയധികം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് എനർജി ഉണ്ട്. ഓക്കെ, അതായത് എനിക്ക് വേണ്ടുന്ന പൈസ എൻ്റെ കയ്യിലേക്ക് വന്നു ചേരും, ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പൊതുവെ ഒരു പ്രോസ്പെറസ് ടൈം തന്നെയാണ് നിങ്ങൾക്ക്. പിന്നെ അതിന്റെ കൂടെ നിങ്ങളുടെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഈ ഒരു ചിന്തിക്കുന്ന രീതിയിൽ ഈ ഒരു വ്യത്യാസം വരുന്നതോടുകൂടെ എന്താ സംഭവിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ലോ വൈബ്രേഷൻ എനർജിന്ന് പുറത്ത് കിടക്കുക. ഓക്കെ, മുൻപ് ഈ എപ്പോ പൈസ ചെലവാക്കുമ്പോഴും ഇത്രയും പൈസ ചെലവാക്കി കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ എന്തെങ്കിലും ചെലവ് വന്നാലോ, അപ്പൊ പൈസ ഉണ്ടാവില്ലല്ലോ, അങ്ങനത്തെ ഒക്കെ ചിന്തകളാണ് കൂടുതൽ വന്നിരുന്നത്. ആ ചിന്തകളെ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ അതനുസരിച്ച് ചില ചെലവുകൾ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങളാണ്, എന്നാൽ പോലും നിങ്ങൾ വാങ്ങാതിരിക്കുക, ആ ചെലവുകൾ ചെയ്യാതിരിക്കുക, ഇങ്ങനെ ഭാവിയിലേക്ക് വേണ്ടി വരും അങ്ങനത്തെ ഒരു ചിന്ത വെച്ചിട്ട് അതിനിങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ്. അതായത് ഇനി ഇതുപോലെ പൈസ എനിക്ക് കിട്ടില്ല എന്നുള്ള ചിന്ത സബ് കോൺഷ്യസിൽ ഉള്ളതുകൊണ്ടാണ് ആ പൈസ ചെലവാക്കാതെ ഇങ്ങനെ വെക്കാനൊരു ടെൻഡൻസി ഉണ്ടാവുന്നത്. ഓക്കെ, പക്ഷെ അത് മാറുന്നു. അങ്ങനത്തെ ചിന്തകൾ മാറി ഈ ഒരു വർഷത്തിൽ നിങ്ങൾ എങ്ങനെയാ വെച്ചാൽ അങ്ങനെ വന്നാലും ഇല്ല, എനിക്ക് ആ സമയത്തേക്ക് എനിക്ക് വേണ്ടുന്ന പൈസ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും, ഇത് കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള ഒരു എന്താ സാമ്പത്തിക സ്ഥിതിയിലുള്ള ഒരു പുരോഗതി അല്ല, ഇത് കാലാകാലങ്ങളിലേക്കുള്ളതാണ്, അപ്പൊ അതുകൊണ്ട് എനിക്ക് വേണ്ടുന്ന ആ ഒരു ഉയർച്ച എനിക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ മാറുകയാണ്. ഓക്കെ, ഒരു ലാക്ക് മൈൻഡ് സെറ്റിൽ നിന്ന് അബണ്ടന്റ് മൈൻഡ് സെറ്റിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ആണ് ഞാൻ നിങ്ങളിൽ കാണുന്നത് ഈ ഒരു വർഷം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള എല്ലാവിധ സ്ട്രഗിളിൽ നിന്നും എല്ലാവിധ ടെൻഷനുകളിൽ നിന്നും ഒക്കെ ഒരു മോചനം ഉണ്ടായി ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത, ഒരു സുരക്ഷിതത്വം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. ഈ ഒരു വർഷത്തില് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സാമ്പത്തികമായിട്ടുള്ള ഇപ്പോൾ അനുഭവിക്കുന്ന ടെൻഷൻ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്ന്, സ്ട്രഗിൾസിൽ നിന്നും നിങ്ങൾ പുറത്തു കടന്ന് സാമ്പത്തിക ഒരു അഭിവൃദ്ധിയിലേക്കൊക്കെയാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ ചെന്നു ചേരുന്നത് ഈ ഒരു വർഷത്തില്. ഓക്കെ, ഈ ഒരു മാറ്റത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ യാതൊരു സൂചനകളും ചിലപ്പോൾ യൂണിവേഴ്സ് തരുന്നുണ്ടാവില്ല, പക്ഷെ യൂണിവേഴ്സിനെ വിശ്വസിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് ഈ ഒരു എനർജിയിലേക്ക് എത്തുന്നതിനും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും, ഒരു വർഷം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും നിങ്ങൾക്ക് ഉള്ള ഗൈഡൻസ് ആണ് ഇവിടെ ആദ്യം തരുന്നത്.
ഓക്കെ, ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ് അണ്ടർലൈങ് എനർജി. ഓക്കെ, ആ ഒരു അബണ്ടന്റ് മൈൻഡ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നു. അതുപോലെ തന്നെ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കുക. നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ആസ്പെക്റ്റിനെ കുറിച്ച്, നിങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് എല്ലാവരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങളുടെ ഇൻകത്തിലൊക്കെ ഒരു ഇൻക്രീസ് ഉണ്ടായി, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ചയുടെ എല്ലാവരും അറിയിക്കേണ്ട ആവശ്യമില്ല അത്. ഓക്കെ, ആരോടൊക്കെ അതിനെ കുറിച്ച് ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ആ ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ ആ സന്തോഷം നിങ്ങൾ ആരോടൊക്കെ പങ്കിടണം എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. എല്ലാവർക്കും നിങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞ് സന്തോഷിക്കും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. ചില ആളുകൾക്ക്, നിങ്ങളുടെ ചുറ്റുള്ള ചില ആളുകൾക്ക് അങ്ങനെ നിങ്ങൾ ഉയരുന്നതിൽ അത്ര താല്പര്യമുള്ളവരല്ല. ഓക്കെ, അതായത് ജലസി ആയിരിക്കാം, അവർക്ക് പൈസ കൂടുതലുണ്ടാവുകയാണല്ലോ, അവരുടെ ലൈഫ് നന്നാവുകയാണല്ലോ എന്നുള്ളൊരു ചിന്ത അവരിലുണ്ടാവും. അത് നമുക്ക് നല്ലതല്ല. അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് ഉള്ള, അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള നെഗറ്റീവ്, ഒരു ഓപ്പൺനെസ് ഇല്ലാത്ത ആളുകൾ, ഓക്കെ, അവർ നന്നാവട്ടെ, അത് അവരുടെ നല്ലതിനാണ്, അവർ സന്തോഷിക്കട്ടെ, അത് അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ്, അങ്ങനെ ചിന്തിക്കാതെ അവർക്ക് എന്നെക്കാളും കൂടുതൽ പൈസ ഉണ്ടാവോ, എന്നെക്കാളും കൂടുതൽ അവർ ഉയരുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ സൂക്ഷിക്കണം. അങ്ങനത്തെ ഉള്ള ആളുകളും നിങ്ങളുടെ ചുറ്റിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് പരമാവധി നിങ്ങളിൽ തന്നെ വെക്കുക. ഓക്കെ, നിങ്ങളിൽ തന്നെ വെക്കുക. ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നതിയൊക്കെ അനുഭവിക്കുക. നിങ്ങളായിട്ടത് ആരോടും പറയേണ്ട ആവശ്യമില്ല. പ്രൊട്ടക്റ്റീവ് ആയിരിക്കുക. അതുപോലെ പണമിടപാടുകൾ നടത്തുമ്പോൾ നിങ്ങൾ പണം ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിലൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം. ഓക്കെ, എന്താ പറയാ, ദാനങ്ങൾ ചെയ്യുന്നത് കുഴപ്പമില്ല, അത് നമുക്ക് ചെയ്യാം, അത് പേഴ്സണൽ ഇതാണ്. പക്ഷെ ഈ സഹായങ്ങളൊക്കെ ചെയ്യുമ്പം അത് അർഹതയുള്ള ആളാണ് അപ്പുറത്ത് നിൽക്കുന്നതെന്നും കൂടെ ആലോചിക്കാം. ചിലവരിങ്ങനെ പൈസ വാങ്ങാനുള്ള ശുഷ്കാന്തി ഉണ്ടാവില്ല, തിരിച്ച് തരാണ്ടാവില്ല. മാത്രമല്ല, അവര് ഒരുപാട് പ്രാരാബ്ധങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് അവർ വളരെ സുഖിച്ച് ഉള്ള ഒരു ജീവിതമാണ്, ധാരാളിത്തത്തോടുള്ള ജീവിതമായിരിക്കും. അങ്ങനത്തെ ആളുകളായിരിക്കും. അപ്പൊ നിങ്ങളെ ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ പൈസ നിങ്ങളിൽ നിന്ന് എടുത്തിട്ട് അവരവിടെ അപ്പുറത്ത് സുഖിച്ച് ജീവിക്കുകയാണ്. അപ്പൊ അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അപ്പൊ നിങ്ങൾ ആർക്ക് പണം കൊടുത്ത് സഹായിക്കുന്നുണ്ടെങ്കിലും പണമിടപാടുകൾ നടത്തുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം. ഓക്കെ, നോ പറയേണ്ടടുത്ത് നോ പറയുക. അവിടെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിഷമം വരേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും, നിങ്ങളുടെ പണമാണ്, നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ്, അത് ചെലവാക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ കുറച്ച് നിങ്ങളുടേതായ ചില തീരുമാനങ്ങൾ ഉണ്ടാവും. ഓക്കെ, അത് ബഹുമാനിക്കാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പറ്റുന്നില്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ടത്. പിന്നെ യൂണിവേഴ്സിൽ വിശ്വസിക്കാം. ഓക്കെ, നിങ്ങൾക്ക് പലതരത്തിലുള്ള ഈ പറഞ്ഞ പോലെ സാമ്പത്തിക പുരോഗതി വരുന്നത്, അതിന്റെ രീതി, അതിന്റെ സമയം, അതെല്ലാം ഡിവൈൻ പ്ലാൻ അനുസരിച്ചിട്ടാണെന്ന് മനസ്സിലാക്കുക. അതെങ്ങനെ വരുന്നു, എപ്പോൾ വരുന്നു എന്നുള്ളത് യൂണിവേഴ്സിന്റെ കയ്യിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറയുന്നു. ഡിവൈൻ ടൈമിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ഈ ഒരു മാറ്റങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴല്ല സംഭവിക്കാന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ എപ്പോൾ അത് കൊണ്ടുവന്നാലും, എപ്പോൾ ആ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടായാലും, എപ്പോൾ ആ ഉയർച്ച ഉണ്ടായാലും അതിന് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഓക്കെ, ആ സാമ്പത്തിക പുരോഗതി നിങ്ങളിലേക്ക് വരുന്ന വഴി വ്യത്യസ്തമായിരിക്കാം, അതാണ് പറയുന്നത്. പിന്നെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ, കിങ് ഓഫ് പെൻഡക്കിൾസ് കൂടുതലും പറയുന്നത് അതാണ്, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം. ശ്രദ്ധിക്കാൻ പറഞ്ഞു, പണമിടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം. നിങ്ങളുടെ ഒരുപാട് പണം വരുന്നതിനർത്ഥം നിങ്ങൾക്ക് ധാരാളിത്തത്തിൽ ജീവിക്കാം എന്നല്ല, ദൂർത്തടിക്കാം എന്നല്ല. ഓക്കെ, അതിൽ നിന്ന് കൃത്യമായി സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുക. ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും, ഈ കിട്ടുന്ന പൈസേനെ എങ്ങനെ എനിക്ക് ഇരട്ടിപ്പിക്കാൻ, വർദ്ധിപ്പിക്കാൻ സാധിക്കും, ഇതിലൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന, അവശ്യ സാധനങ്ങൾ വാങ്ങാം ഡെഫിനറ്റ്ലി. അതുപോലെ നിങ്ങൾക്ക് അത്രയും ആഗ്രഹമുള്ള, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ആഗ്രഹമുള്ള വസ്തുക്കളും വാങ്ങാം, പ്രശ്നമില്ല. പക്ഷെ ഈ മറ്റുള്ളവര്, പൈസ ഉള്ളവരൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പൊ എനിക്കും അത് വേണം, പൈസ ഉള്ളവർക്കൊക്കെ ഇങ്ങനെയുണ്ട്, അപ്പൊ എനിക്കും അത് വേണം, ആ ഒരു മെന്റാലിറ്റിയും ആ ഒരു ടെൻഡൻസിയും വേണ്ട. ഓക്കെ, സസ്റ്റൈനബിൾ ആയിരിക്കണം നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ്, ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എന്ന് പറഞ്ഞൊരു സസ്റ്റൈനബിലിറ്റി എല്ലാം ഉണ്ടായിരിക്കണം. കാലാകാലങ്ങളിലേക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഈ ഒരു വർഷത്തില് മേടമാസം തുടങ്ങി, മേടം 1 തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ കരിയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം? Clarify the Knight of Wands. Clarify the Knight of Wands.
അണ്ടർലൈങ് എനർജി 10 of Cups ആണ്. ഓക്കെ, ഒരുപാട് ഒരു ഫുൾഫിൽമെന്റ്, ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. കരിയറിൽ ഉണ്ടാകുന്ന ഈ ഒരു മാറ്റം, ഈ ഒരു വർഷത്തിൽ കരിയറിൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അത് ഒരുപാട് സന്തോഷവും സംതൃപ്തിയും നൽകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അഗെയിൻ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം, ഒരു നേട്ടം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ജോലിയിലെ നിങ്ങളുടെ സ്വപ്നം എന്താണോ, നിങ്ങളുടെ ആ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, ആ ഒരു ആഗ്രഹ സഫലീകരണം പക്ഷെ നടക്കുന്ന രീതിയുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു എന്താ പറയണ്ട, ഒരു ഉയർച്ചയുണ്ട് ജോലിയിൽ. ഓക്കെ, കരിയറിൽ ഒരു ഉയർച്ച ഉണ്ടാവുന്നുണ്ട്. ഈ 6 of Wands ഒരു എനർജി എന്ന് പറഞ്ഞാൽ എപ്പോഴും പേരും പ്രശസ്തിയും കിട്ടുക. ഓക്കെ, ശ്രദ്ധ ആകർഷിക്കുക. അതായത് നിങ്ങളുടെ വിജയങ്ങൾ കൊണ്ട്, നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന വിജയങ്ങൾ, നേട്ടങ്ങൾ കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. നിങ്ങൾ ഒരു സെന്റർ ഓഫ് അറ്റൻഷൻ ആയിട്ട് മാറുക. അത്തരത്തിലുള്ള വിജയങ്ങൾ, നേട്ടങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ പ്രതീക്ഷിക്കാം നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട്. അത് നിങ്ങൾ സ്വപ്നം കാണുന്ന ജോലി, ഇപ്പോൾ ജോലി ഇല്ലാത്തവരാന്ന് വിചാരിക്കൂ, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സാധ്യത കാണുന്നത്. അത് ഈ പറഞ്ഞ പോലെ ആ ഒരു ജോലി ലഭിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു മറ്റുള്ളവരുടെ ശ്രദ്ധാകേന്ദ്രം ആകുന്നുണ്ട്. അപ്പൊ ആ ഒരു ജോലി കിട്ടുന്നത്, അതിലായിരിക്കുന്നത് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഓക്കെ, അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മികച്ച രീതിയിലാണ് ഈ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതും അതേ തുടർന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചതിന് മികച്ച രീതിയിലാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു തരത്തിൽ നിങ്ങൾക്ക് ഇത് നടക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഈ ഒരു കാര്യം നടക്കാൻ പോകുന്നതിന്റെ യാതൊരു സൂചനകളും നിങ്ങൾക്ക് ലഭിക്കില്ല. ഓക്കെ, അതത്രയും ഹിഡൻ ആണ് എന്ന് കാണുന്നുണ്ട്. അതിൻ്റെതായ കാരണമുണ്ട്. നിങ്ങളുടെ ഈ ഒരു മാറ്റം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിൽ ഒരുപാട് ഗ്രോത്ത് കൊണ്ടുവരുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് നല്ല രീതിയിൽ, ഓക്കെ, നിങ്ങൾ എന്ന വ്യക്തിയിൽ, നിങ്ങളുടെ കരിയറിൽ ഒക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഷിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട്, ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്, ഗ്രോത്ത് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇതൊരു ഫ്രഷ് സ്റ്റാർട്ട്, ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്നും കൂടെ കാണുന്നു. ഇതുവരെ നിങ്ങൾ ശീലിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അനുഭവം. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഓൾറെഡി ജോലിയുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ആയിരിക്കുന്ന ജോലിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്വപ്നം ഉണ്ടാവും അല്ലെ, ഒരു ലക്ഷ്യം ഉണ്ടാവും. അതിന്റെ ഒരു സഫലീകരണം അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അതുപോലെ ജോലിയിൽ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ, വിജയങ്ങൾ, അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ, ഓക്കെ, അതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നു, നിങ്ങൾക്ക് അതുപോലെ പ്രൊമോഷൻ, അങ്ങനെ. അപ്പൊ നിങ്ങളിലേക്ക് ആളുകളുടെ ശ്രദ്ധ എത്തുകയാണ്. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, നിങ്ങളുടെ നേട്ടങ്ങൾ കൊണ്ട്, വിജയങ്ങൾ കൊണ്ട് നിങ്ങളിലേക്ക് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ലീഡർഷിപ്പ് എനർജിയിലേക്കൊക്കെ നിങ്ങൾ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൊമോഷൻ ഒക്കെ സാധ്യത കാണുന്നു. ഒരു മാനേജർ, അങ്ങനെ ഒരു ഹെഡ് പൊസിഷനിലേക്ക് ഒരു പ്രൊമോഷൻ ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. അതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനൊക്കെ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ വരുന്നതിനും ആ എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഈ ഒരു വർഷം അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നോക്കാം. Clarified Ace of Cups. ഓക്കെ, അണ്ടർലൈങ് എനർജി പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങളോട് പറയുന്നത് ഈ ഒരു ജേർണിയിൽ കമ്മിറ്റഡ് ആയിട്ടിരിക്കാം. ഓക്കെ, ഈ ഒരു കരിയറിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നതിന് നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടല്ലോ. അത് എത്ര ചെറിയ സ്റ്റെപ്പാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും അതിൽ കൺസിസ്റ്റന്റ് ആകുക. അതോടൊപ്പം വരുന്ന മാറ്റങ്ങളെ സ്വീകരിക്കുക. ഈ സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളും നിങ്ങൾക്ക് സംതൃപ്തി തരുന്നതാണ്. നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾക്ക് വളരെയധികം ഒരു ഫുൾഫിൽമെന്റ് തരുന്ന മാറ്റങ്ങളാണ് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. ഓക്കെ, അത് യൂണിവേഴ്സ് കൊണ്ടുതരുമ്പോൾ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ജോലി. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോഴും. ഓക്കെ, അപ്പോൾ പലതരത്തിൽ പല അനുഭവങ്ങളുടെ ഈ പറഞ്ഞ പോലെ കരിയറിൽ ഇമോഷണൽ ഫുൾഫിൽമെന്റ് നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത്തരം അവസരങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക, ഈശ്വരനോട് നന്ദി പറയാം. ആ ഒരു നിമിഷം നിങ്ങൾ ആസ്വദിക്കുക, ആ നിമിഷത്തിൽ തന്നെ ആയിക്കൊണ്ട് അതിനെ ആസ്വദിക്കുക. അതുപോലെ ഹെൽത്തി ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. നിങ്ങളുടെ കരിയർ നിങ്ങളുടെ എഫേർട്ടിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഹെൽത്തി ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം, കൊളീഗ്സിന്റെ ഇടയിലും ഒക്കെ. ഓക്കെ, നിങ്ങളുടെ മാനേജറിന്റെ ഇടയിലും ഒക്കെ. നിങ്ങളുടെ വർക്ക് നിങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യാം. നിങ്ങളുടെ വർക്ക് മറ്റൊരാൾ അത് യൂസ് ചെയ്യാതിരിക്കുന്നതിന് നിങ്ങൾ ഒരു തരത്തിലും ചൂഷണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ ആ ഒരു ഹെൽത്തി ബൗണ്ടറി ഇട്ടുകൊണ്ട് വളരെ ഓപ്പൺ ആൻഡ് ട്രാൻസ്പാരന്റ് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്
നോ പറയേണ്ടവർക്ക് നോ പറഞ്ഞ് ആയിരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. വളരെ പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് പോവാം. കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഷോർട്ട് ടേം ഗോൾസ്, ലോങ് ടേം ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വേണം ജോലിയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ. ആ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്ന് ഉറപ്പുവരുത്തുക. ജോലിയിൽ ഓർഗനൈസ്ഡ് ആയിരിക്കുക. നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ട പ്രവർത്തികൾ ചെയ്ത് തീർക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പെൻഡിങ് വെക്കാതിരിക്കുക. ഡെഡ് ലൈൻസ് കൃത്യമായി മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ വളരെ ഒരു സ്ട്രാറ്റജിക് ആയിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങൾ ജോലിയിലായിരിക്കണം. അത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ പ്രോആക്റ്റീവ് ആയിരിക്കുക. പ്രോആക്റ്റീവ് ആയിരിക്കേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടാവും, അതിൽ പ്രോആക്റ്റീവ് ആയിട്ടിരിക്കുക. എപ്പോഴും അഡീഷണൽ ഒരു ബാക്കപ്പ് പ്ലാൻ എപ്പോഴും ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ കരുതിയിരിക്കണം. അങ്ങനെ പിന്നെ നിങ്ങളോട് പറഞ്ഞത് എന്താ വെച്ചാല്, എന്ത് തന്നെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് അത്രയും വിഷമം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞതാണ് അല്ലെ, ഇത് പുതിയതാണ്. അപ്പൊ എന്തായാലും ഇത് നമ്മളൊരു പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ആ കഴിഞ്ഞു പോയതിനെ ആ കഴിഞ്ഞ കാലത്തിൽ തന്നെ നിർത്തുക. അത് സംഭവിച്ചു കഴിഞ്ഞു അല്ലെ, എന്ത് തന്നെ കാരണം കൊണ്ടാണെങ്കിലും അത് സംഭവിച്ചു കഴിഞ്ഞു. അതിലേക്ക് ഇനി തിരിച്ചു പോകാനോ അല്ലെങ്കിൽ അതിലൊരു മാറ്റമോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ആക്ച്വലി അതിനേക്കാൾ എന്താ പറയണ്ടേ, നിങ്ങൾ മികച്ചതാണ്, നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെട്ടത് അതിനേക്കാൾ മികച്ചതാണ് നിങ്ങൾ അർഹിക്കുന്നത് എന്ന് സ്വയം മനസ്സിലാക്കിച്ചു കൊടുക്കുക. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആ ഒരു കാര്യം, നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത്, എന്താണോ നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടക്കാതിരുന്നത്, അതിന്റെ ഒരു കാരണം അതുകൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് യൂണിവേഴ്സ് കരുതിയിട്ടുള്ളത് അതിന് മികച്ചൊന്നാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു നഷ്ടം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു വിജയം നിങ്ങൾക്ക് ലഭിക്കാതിരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പാസ്റ്റിനെ ഉപേക്ഷിക്കാൻ, വിട്ടുകളയാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അതുപോലെ തന്നെ അതിൽ നിങ്ങളോടും ക്ഷമിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ്, നിങ്ങളുടെ തെറ്റ് പറ്റിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റണം. നിങ്ങൾ നിങ്ങളോട് ക്ഷമിക്കണം. അത് നിങ്ങളൊരു മനുഷ്യനാണല്ലേ, നിങ്ങൾ അനുഭവങ്ങളിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പൊ ഇനി അങ്ങനത്തെ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. അത് ഉറപ്പുവരുത്തുക. കഴിഞ്ഞു പോയതിനെ അത് വിട്ടുകളയുക. അല്ലാതെ അതിലെത്ര ഫോക്കസ് ചെയ്തിരുന്നാലും നിങ്ങൾക്ക് കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതി ഉണ്ടാവില്ല. മറിച്ച് അതിനെ ഉപേക്ഷിച്ച് അതിനെ വിട്ടുകളഞ്ഞ് അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠമുണ്ട്, ആ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് കരിയറിൽ. ഓക്കെ, പുതിയ വരുന്ന മാറ്റങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും ആ മാറ്റങ്ങളെ സ്വീകരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസസ് ഇതൊക്കെയാണ്. നിങ്ങളുടെ കരിയറിൽ ഈ പറഞ്ഞ മാറ്റങ്ങളെ അട്രാക്ട് ചെയ്യുന്നതിനും അത് ആ ഒരു എനർജിയിൽ ആ ഒരു സെയിം അലൈൻമെന്റിൽ ആയിരിക്കുന്നതിന് വേണ്ടി, എനർജറ്റിക്കലി അലൈൻഡ് ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഉള്ള ഗൈഡൻസ് ആണ് ഇത്. ഓക്കെ, പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ പുതിയ തുടക്കങ്ങൾ, എന്തായാലും ന്യൂ സ്റ്റാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ട് കരിയറിൽ. പുതിയ എനർജീസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെ സ്വീകരിക്കുക. അതെപ്പോൾ എങ്ങനെ വരുന്നു എന്നുള്ളത് യൂണിവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക, അതിനെ സ്വീകരിക്കുക. ഓക്കെ, ഇനി നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ നോക്കി. നിങ്ങളുടെ സാമ്പത്തിക മേഖലയും കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇത് രണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്കുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് ടൈം ഫ്രെയിം കാർഡ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മേടമാസം തുടങ്ങി ഒരു വർഷത്തേക്കുള്ളിൽ അവരുടെ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ട് കളക്ടീവ്സിന്റെ സാമ്പത്തിക മേഖലയും ജോലിയുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നോക്കിയത്. രണ്ടുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള സിഗ്നിഫിക്കൻറ്റ് ടൈം പീരീഡ് അടുത്ത വീനസ് റെട്രോഗ്രേഡ് എന്നാണ് പറയുന്നത്. അടുത്ത വീനസ് റെട്രോഗ്രേഡ് എന്ന് പറയുന്നത് ഒക്ടോബർ 3, 2026 തൊട്ട് നവംബർ 14, 2026 വരെയുള്ള സമയമാണ്. ഓക്കെ, അപ്പൊ ഈ മേടം 1 തുടങ്ങി നവംബർ 14, 2026 വരെയുള്ള സമയം, സ്പെസിഫിക്കലി അതിൽ ഒക്ടോബർ 3 തൊട്ട് നവംബർ 14 വരെയുള്ള സമയം. ഈ ഒരു സമയത്തൊക്കെയാണ് ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ കൂടുതൽ നിങ്ങൾ അനുഭവിക്കാനായിട്ട് സാധ്യത കാണുന്നത്. ഓക്കെ, പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് പോവുക. ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന നല്ല കാര്യങ്ങൾക്ക്, നിങ്ങളിലേക്ക് വരുന്ന നല്ല ഊർജ്ജങ്ങൾക്ക്, നല്ല അനുഭവങ്ങൾക്കൊക്കെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക യൂണിവേഴ്സിന്റെ അടുത്ത്. ഇനി നമ്മൾ ക്യാപ്സൂൾ ക്ലൂസ് ആണ് എടുക്കുന്നത്. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സുമായി കണക്ട് ചെയ്യുന്ന, അവർക്ക് റെസനേറ്റ് ചെയ്യുന്ന ക്യാപ്സൂൾ ക്ലൂസ് എന്തൊക്കെയാണ്?
ഓക്കെ, ഞാൻ ഈ കാർഡ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട തീയതികൾ. അപ്പോൾ ഈ ക്യാപ്സ്യൂൾ ക്ലൂസിൽ ഏതെങ്കിലും ഒരു ക്ലൂ നിങ്ങളോട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഗ്രൂപ്പ് നിങ്ങൾക്ക് ആയിരിക്കുക കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അഥവാ ഒരു ക്ലൂസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ മറ്റു 2 ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും ഒന്നും കൂടെ കാണാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ജനനത്തീയതികൾ കിട്ടിയിട്ടുള്ളത് 3, 23, 25. ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ ജനനത്തീയതി ആകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് രാശികൾ കിട്ടിയിട്ടുണ്ട്. ഇടവം രാശി, ധനുരാശി. നിങ്ങൾ ജനിച്ചിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു രാശിയിലായിരിക്കാം, അല്ലെങ്കിൽ ഈ രാശികൾ നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടാകാം. പിന്നെ മേടമാസം നിങ്ങൾ ജനിച്ച മാസമായിരിക്കാം. നമ്മൾ മേടമാസത്തിനെ ബേസ് ചെയ്തിട്ടാണ് റീഡ് ചെയ്യുന്നത്. മേടം രാശിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏരീസ് പ്ലേസ്മെന്റ് ഉണ്ടാവാം നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ. അതുപോലെ നിങ്ങൾ മേടമാസത്തിൽ ജനിച്ച വ്യക്തിയായിരിക്കാം. ഇനി നമുക്ക് നക്ഷത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഉത്രാടം, ഭരണി, കാർത്തിക, അത്തം. അതുപോലെ അക്ഷരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങളുടെ പേരില് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ, നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങളൊക്കെ ഉണ്ടാകാം. ള, ക, ങ, എ, ആ, ഴ, ശ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് അക്ഷരങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്, മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് ഈ ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ വിഷു ആശംസിക്കുകയാണ്. നന്ദി. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 3. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഈ മേടം 1 തൊട്ട് അടുത്ത മേടമാസത്തിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. സ്ട്രെങ്ത് കാർഡാണ് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ സ്ട്രെങ്ത് കാർഡ്. Clarify the 4 of Swords. Clarify the 10 of Swords. ഓക്കെ, അണ്ടർലൈങ് എനർജി 5 ഓഫ് കപ്സ് ആണ്. ഒരു ഹീലിംഗ്, സമ്പത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള ചില വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ചില കാഴ്ചപ്പാടുകൾ ഒക്കെ ഉണ്ട്. പണത്തിനെ നിങ്ങൾ കാണുന്ന രീതി, പണം ചെലവാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, ഇത് ആക്ച്വലി ഒരു ഹെൽത്തി അല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പണവുമായിട്ട് ഉണ്ടാകുന്നതിന് കാരണമായിട്ട് കാണുന്നു. ഓക്കെ, അതിന്റെ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാകുന്നത് ഫൈനാൻഷ്യൽ ആസ്പെക്റ്റില്. നിങ്ങളിൽ പണം വന്നാൽ പണം നിൽക്കാത്തത്, കയ്യിൽ നിന്ന് പെട്ടെന്ന് ചെലവായി പോവുക, അല്ലെങ്കിൽ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും ആ പരിശ്രമത്തിനനുസരിച്ച് പണം ലഭിക്കാതിരിക്കുക. ഇതിനൊക്കെ ഒരു കാരണം ഈ പറഞ്ഞ പോലെ ഈ ഒരു മൈൻഡ് സെറ്റില് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിഹേവിയർ, നിങ്ങളുടെ അപ്രോച്ച്, പൈസയോടുള്ള നിങ്ങളുടെ ഒരു സമീപനം ഉണ്ട്, അതിലൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഓക്കെ, അതിലൊരു ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. ആ ഹീലിംഗ് സംഭവിക്കുന്നതോട് കൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷം ആ ഹീലിംഗ് എനർജിയാണ് നമുക്ക് കാണുന്നത്. ആ ഹീലിംഗിന്റെ ഭാഗമായിട്ട് എന്താ വെച്ചാൽ നിങ്ങളുടെ ആ ഒരു സമീപനത്തിൽ മാറ്റം വരുന്നു, നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുന്നു. നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു എന്താ പറയാ, നിങ്ങളാണ് അവിടെ തീരുമാനിക്കുന്നത്. ഓക്കെ, ഈ രീതിയിൽ ഞാൻ പണത്തിനെ സമീപിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല, അത് ഹെൽത്തി അല്ല. നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവാണ്, ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഹെൽത്തി അല്ല. ഞാൻ കൂടുതൽ പൈസ എന്നിലേക്ക് അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലായി കഴിഞ്ഞാൽ, എൻ്റെ എനർജി ഈ രീതിയിലാണെങ്കിൽ എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഞാനതൊരു അത് മാറ്റണം, എൻ്റെ മൈൻഡ് സെറ്റിലും എൻ്റെ കാഴ്ചപ്പാടിലും ആറ്റിറ്റ്യൂഡിലും ഒക്കെ മാറ്റം വരുത്തണം എന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ച് നിങ്ങൾ എടുക്കുന്ന ചില സ്റ്റെപ്സ് ഉണ്ട്, തീരുമാനങ്ങളുണ്ട്, നിങ്ങൾ എടുക്കുന്ന ചില അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ഒരു ഇന്റൻഷൻ വെച്ചിട്ട്. അതായത് പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ എനർജി പോസിറ്റീവ് ആക്കുന്നതിനും അത് ഹെൽത്തി ആക്കുന്നതിനും വേണ്ടി നിങ്ങൾ എടുക്കുന്ന ചില എഫേർട്സ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള എല്ലാ സ്ട്രഗിൾസിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും
നിങ്ങൾക്ക് പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെൻഷൻസിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു കടക്കുന്നതായിട്ട് കാണുന്നു. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് വളരെ സമാധാനം നിറഞ്ഞ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വർഷം. ഓക്കെ, അതായത് പൈസനെ കുറിച്ച് ആശങ്കകളില്ല, ടെൻഷൻ ഇല്ല. എന്തെങ്കിലും ഒരു ചെലവോ കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് അതിന് പൈസ ഉണ്ടാവോ, തികയോ, എവിടേക്ക് പൈസക്ക് പോകണം, അങ്ങനെയൊന്നും ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. അതിനർത്ഥം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക ഭദ്രത, അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഏതൊരു ആവശ്യം വന്നാലും ആ ആവശ്യം നിറവേറ്റുന്നതിനും ഒക്കെ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ആ പണം അപ്പോ ഒരു എന്താ പറയാ, പണവും നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പണം നിങ്ങളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ പണവുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹെൽത്തി ആക്കുന്നതിന് എന്തെങ്കിലും റിച്വൽസോ മാനിഫെസ്റ്റേഷനോ അഫർമേഷൻസോ ഒക്കെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ആ ഒരു എന്താ പറയണ്ടേ, മാറ്റങ്ങൾ അതനുസരിച്ച് നിങ്ങൾക്ക് പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ആശങ്കകളൊക്കെ ഒഴിയുന്നതായിട്ട് കാണുന്നു. അനാവശ്യമായിട്ടുള്ള പേടി, പണം നഷ്ടപ്പെടും, പണം ഉണ്ടാകില്ല, അങ്ങനത്തെ പേടികൾ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കൂടുതൽ ഒരു അബണ്ടന്റ് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എത്തുന്നു. നിങ്ങൾക്ക് എന്തായാലും പൊതുവെ സമാധാനം നിറഞ്ഞ ഒരു സമയം. പണത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു സമയമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, ഈ ഒരു വർഷം മുഴുവനും ഈ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്നും കൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ സ്പെസിഫിക്കലി ഈ പറഞ്ഞ പോലെ ഈ പണം, അഭിവൃദ്ധി ഒക്കെ, സൗഭാഗ്യങ്ങൾ ഒക്കെ അട്രാക്ട് ചെയ്യുന്നതിന്, സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കൺസിസ്റ്റന്റ് ആയിരിക്കുക. അത് നിരന്തരം ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു പണവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊജക്ട്, നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു സംരംഭമോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതിൽ നിങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട ആക്ഷൻസ് എടുക്കുക. അതിൽ നന്നായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. അതിനും വളരെ പ്രാധാന്യമുണ്ട്. പിന്നെ മാത്രമല്ല, ഈ സാമ്പത്തിക ഉന്നതി നിങ്ങളിലേക്ക് വരുന്നതിന് നിങ്ങൾക്ക് അതിനായിട്ടുള്ള ലെജിറ്റ് സോഴ്സസ് നിങ്ങളിലേക്ക് ചില വ്യക്തികളിലൂടെയാണ് എത്തുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ സാമ്പത്തിക ഉന്നതിയും സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും അഭിവൃദ്ധിയും നിങ്ങൾക്ക് ഉണ്ടാവുന്നതിന്, അത് കിട്ടുന്നതിന് നിങ്ങൾക്ക് ചില സോഴ്സസ് വേണം അല്ലെ. ആ സോഴ്സസ് അത് അവസരങ്ങളായിട്ട് നിങ്ങളിലേക്ക് ചില വ്യക്തികളിലൂടെയാണ് എത്തുക എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ തന്നെയായിരിക്കാം, നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. അവരിലൂടെ, അതായത് അവരിങ്ങനെ ഈ ഒരു അവസരം പിടിക്കൂ അങ്ങനെ ആയിരിക്കില്ല. അവരായിട്ട് സംസാരിക്കുമ്പോൾ അവർ ചില ഐഡിയാസ് തരിക, ചില സജഷൻസ് തരിക. ഓക്കെ, അല്ലെങ്കിൽ റാൻഡംലി ചിലപ്പോൾ നിങ്ങൾ ഇതിനെ കുറിച്ച് ഒന്നും ആരില്ല സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ പറയുന്ന വ്യക്തി ഇങ്ങനെ ചെയ്തുകൂടാ, ഇത് നല്ലൊരു കാര്യമല്ലേ, അപ്പൊ അത് നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ല, അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ ചിലപ്പം അവരാവും നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ കിട്ടുമ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാം. റൈറ്റ് അവേ അതിനെ റിജക്ട് ചെയ്യുക, അതൊന്നും ശരിയാവില്ല അങ്ങനെ പറയരുത്, നമുക്കത് നോക്കാലോ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ വെറുതെ നോക്കാന്ന് പറഞ്ഞിരുന്നിട്ടും കാര്യമില്ല, അതിപ്പോ പ്രവർത്തിക്കണം. മനസ്സിലായോ? ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ട്, നിങ്ങൾ എത്ര കൺസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് ലഭിച്ചിരിക്കും. നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ സാമ്പത്തിക ഭദ്രത നേടുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ അതിൽ ആക്ഷൻ എടുക്കുക. ഓക്കെ, ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ കിങ് ഓഫ് കോയിൻസ് ആണ് കാണുന്നത്. അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ഡിസിപ്ലിൻ വേണം, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാകണം. പിന്നെ സേവിങ്സിനെ കുറിച്ച്, ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒക്കെ നിങ്ങൾ കൂടുതൽ പഠിച്ചിരിക്കുക. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ അറിവ് നേടുന്നതിന് സമയം കണ്ടെത്തുക. ഓക്കെ, അതൊക്കെ പഠിച്ചെടുക്കുക. ഇപ്പോ ഈ പറയുന്ന പോലെ
വെൽത്ത് മാനേജ്മെന്റ് കാര്യങ്ങൾ അതിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇതൊക്കെ പൈസ ഉള്ളവരുടെ കാര്യല്ലേ, നമുക്ക് എന്തായാലും അതൊന്നും ബാധിക്കില്ല, അങ്ങനെയൊക്കെ ചിലപ്പോൾ തമാശ രൂപേണെങ്കിലും പറയില്ലേ. ആ ഒരു ടെൻഡൻസി വേണ്ട. അതറിഞ്ഞിരിക്കണം. കാരണം എനിക്ക് ഇതുപോലെ സമ്പത്തൊക്കെ ഉണ്ടാവും, അപ്പൊ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എത്ര എഫിഷ്യന്റ് ആയിട്ട് അത് മാനേജ് ചെയ്യണം എന്ന് എനിക്കും അറിയണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റോടെ അങ്ങനത്തെ സംഭാഷണങ്ങൾ വരുമ്പോൾ അതിൽ ശ്രദ്ധ കൊടുക്കണം, അതിൽ അറിവ് നേടാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾ ഓൾറെഡി യൂണിവേഴ്സിന് എന്ത് സൈൻ കൊടുക്കുക, അതായത് ഞാൻ ഈ ഒരു ഫൈനാൻഷ്യൽ എന്താ പറയാ സ്റ്റാറ്റസ്, ഞാൻ ആഗ്രഹിക്കുന്ന ആ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് അത് എനിക്ക് നേടുന്നതിന് ഞാൻ ഡിസേർവിംഗ് ആണ്, എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ള മെസ്സേജാണ് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ എഫേർട്ട് എടുക്കണം. ഒരു ദിവസം ചെറിയ എന്തെങ്കിലും കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ മതി. ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെച്ച് ഈ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സിനെ കുറിച്ച്, ഓക്കെ, ഈ വേരിയസ് ഇൻവെസ്റ്റ്മെന്റ് സ്കീംസിനെ കുറിച്ച്, വെൽത്ത് മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്, അതിനെക്കുറിച്ച് അറിവ് നേടുന്നത് ഒക്കെ നല്ലതായിരിക്കും. പിന്നെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ, ബഡ്ജറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, മാസം കുറച്ച് പൈസയെങ്കിലും സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആ സേവ് ചെയ്യുന്ന എമൗണ്ട് വേറെ എന്തിലേക്കെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം, എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമിലേക്കോ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അങ്ങനെയൊക്കെ ശീലിക്കുക. ചെറിയ രീതിയിൽ നിക്ഷേപങ്ങളൊക്കെ ചെയ്ത് സേവിങ്സ് ഒക്കെ ചെയ്ത് ശീലിച്ച് തുടങ്ങണം എന്നും കൂടെ നിങ്ങൾ അറിയിക്കുന്നുണ്ട്. ഓക്കെ, ഇനി കരിയറുമായി ബന്ധപ്പെട്ട് ഇപ്പൊ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കരിയറുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിനെ ഇപ്പൊ തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ പ്രതീക്ഷിക്കാവുന്ന മാറ്റങ്ങൾ. കരിയറിൽ നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിങ്ങളെ അത്രയും വേദനിപ്പിച്ച എന്തെങ്കിലും ഒരു സന്ദർഭമോ കാര്യങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോന്നിട്ടുള്ള ഒരാളാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നുണ്ട് എന്ന് കാണുന്നു. നിങ്ങൾ കുറേം കൂടെ റിലാക്സ്ഡ് ആകുന്നതായിട്ട് കാണുന്നത്, നിങ്ങൾ ഹീൽഡ് ആകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് കുറേം കൂടെ ഒരു റെസ്റ്റ് ഒക്കെ കിട്ടുന്ന, കുറേം കൂടെ നിങ്ങൾ റിലാക്സ്ഡ് ആകുന്നതായിട്ട് കരിയർ ആസ്പെക്റ്റില്. അപ്പൊ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളൊരു വിഷമത്തിലൂടെ ഒക്കെ കടന്നു പോവുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് എങ്ങനെയാണോ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് തരത്തിലുള്ള മാറ്റം കരിയറിൽ ഉണ്ടാകുമ്പോഴാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സമാധാനവും ഒരു റിലാക്സ്ഡ് എനർജിയും നിങ്ങൾക്ക് കരിയറിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു നിങ്ങളതൊരു എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്നൊരു കാര്യം സംഭവിക്കുമ്പോൾ ഞാൻ റിലാക്സ്ഡ് ആകുന്നതാണ്, എനിക്ക് കൂടുതൽ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഞാൻ എൻ്റെ കരിയറിൽ എത്തിച്ചേരുന്നതാണ്, എനിക്ക് ആ ഒരു എന്താ പറയാ മൂവ് ഓൺ ചെയ്യാനായിട്ട് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് യൂണിവേഴ്സിനോട് അറിയിച്ചുകൊണ്ട് നിങ്ങൾ ഹീലിംഗിലും ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതേസമയം നിങ്ങൾ ഒരു സ്പെസിഫിക് ചേഞ്ച് നിങ്ങൾ കരിയറിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു നിങ്ങൾക്ക് വേദന ഉണ്ടാക്കിയ സന്ദർഭത്തിൽ നിന്ന് ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കുന്നതിന് നിങ്ങൾ ഓൾറെഡി ഈ ഒരു സിറ്റുവേഷനിൽ ഡീൽ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കണേ. അപ്പൊ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമുണ്ട്, അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ത് തരത്തിലുള്ള മാറ്റമാണോ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഏത് തരത്തിലുള്ള മാറ്റത്തിന് വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത്, ആ മാറ്റം നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം സംഭവിക്കുന്നതോട് കൂടെ നിങ്ങൾക്ക് കൂടുതൽ ആ ഒരു ക്ലാരിറ്റി കരിയറിൽ, ഓക്കെ, എന്ത് ചെയ്യണം, ഓരോ മൊമെന്റിലും എന്ത് ഡിസിഷൻ എടുക്കണം, ഏത് ചോയ്സ് ആണ് എന്താ ചൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏത് ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യേണ്ടത്, ഏത് വഴിയിലൂടെയാണ് പോകേണ്ടത്, എന്താണ് ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെ വളരെ ഒരു വ്യക്തത കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലാത്ത, നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക ഒരു കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഒരു വ്യക്തത ഉള്ളതായിട്ട് കാണുന്നില്ല. അതൊക്കെ മാറി ഒരു വ്യക്തത ഉണ്ടാകുന്നുണ്ട്. ഏത് ദിശയിലാണ് നിങ്ങൾ പോകുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഏത് ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു അറിവ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നു, ആ വ്യക്തത ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ അതുപോലെ തന്നെ കുറേം കൂടെ ഒരു പവർഫുൾ പൊസിഷനിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നു. ഒരു എന്താ പറയുക, നിങ്ങൾ കുറേം കൂടെ കോൺഫിഡന്റ് ആകുന്നതായിട്ട് കാണുന്നു. കരിയറിൽ കുറേം കൂടെ നിങ്ങൾ പ്രൊആക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരു ഹെൽത്തി ബൗണ്ടറീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട്
ആ ഒരു പ്രൊഫഷണൽ ആയിക്കൊണ്ട് തന്നെ ഇരുന്നുകൊണ്ട് കരിയറിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന, വളരെ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, അണ്ടർലൈങ് എനർജി ടെമ്പറൻസ് ആണ്. അപ്പൊ ഒരു അലൈൻമെന്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വളരെയധികം ഒരു ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് അതിന്റെ ഭാഗമായിട്ട് എത്തുന്നു. അപ്പൊ അതിന്റെ ആ ഒരു ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ എത്തുന്നതിന്റെ ഭാഗമായിട്ട് കുറെ പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങൾക്ക് കരിയറിൽ എക്സ്പീരിയൻസ് ചെയ്യാനും ഒരു സാധ്യത ഈ ഒരു വർഷത്തിൽ നമുക്ക് കാണാനായിട്ടുണ്ട്. അതായത് പല കാര്യങ്ങളും, ചെറിയതും വലുതുമായിട്ട് പല ആഗ്രഹങ്ങളും നിങ്ങൾ കരിയറിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്, മുൻപ് ഉണ്ടായതൊക്കെ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ ഒരു സാധ്യത കാണുന്നുണ്ട് ഈ ഒരു വർഷത്തിന്. ഇനി ഈ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഓക്കെ, നിങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. അത് അവസാനിപ്പിക്കാനും അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ അത് കൃത്യമായി ഉപയോഗിക്കുക. ഓക്കെ, അത് ഉപയോഗിച്ച് ആ വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയാൻ നിങ്ങൾക്ക് പറ്റണം. പിന്നെ നിങ്ങളോട് പറയുന്നു, കഴിഞ്ഞു പോയ കാലത്തിലെ നല്ല മെമ്മറീസ്, നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ കാലം വരെയുള്ള ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങൾ, നല്ല ഓർമ്മകൾ, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറയുന്നു. ഓക്കെ, അത് പ്രോത്സാഹിപ്പിക്കാം. അതായിരിക്കുന്നതിൽ കോൺഷ്യസ്ലി നിങ്ങൾ അങ്ങനത്തെ മെമ്മറീസിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അത് എന്താ പറയുക, ഒരു ഡെയിലി പ്രാക്ടീസ് പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, പെട്ടെന്നൊന്നും നമ്മുടെ ബ്രെയിൻ അത് അങ്ങനത്തെ പാറ്റേൺ ക്യാച്ച് ചെയ്യില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മളൊന്ന് ഇനീഷ്യലി നമ്മൾ ഇന്റൻഷനലി അത് ചെയ്യേണ്ടി വരും. അപ്പോ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ കരിയറിൽ ഇതുവരെയുള്ള ഈ പോയിന്റ് വരെ നിങ്ങൾ ഇപ്പൊ എത്തിച്ചേർന്നിരിക്കുന്ന ആ പോയിന്റ് വരെയുള്ള സമയം എടുക്കുക, പാസ്റ്റ് എടുക്കുക. അതിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു സിംഗിൾ ഗുഡ് മെമ്മറിയിൽ ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ്, അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു ഇന്ററാക്ഷൻ, അതിലേതിൽ ഒരു കാര്യത്തിൽ ഒരു ദിവസം ഫോക്കസ് ചെയ്യാം. അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, നിങ്ങളത് ഒരാൾ വേറെ ഉണ്ടാവണമെന്നില്ല, നിങ്ങൾക്ക് സ്വയം നിങ്ങളോട് സംസാരിക്കാം, നിങ്ങൾക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിനെ അഡ്രസ് ചെയ്ത് സംസാരിക്കാം. അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾ അതിന് ആ ഒരു ചിന്തയെ, ആ ഒരു മെമ്മറീനെ നിങ്ങൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാണ്. ഇത് കണ്ടിന്യൂസ്ലി ഓരോ ദിവസം ഓരോ ഇതുപോലെ ഗുഡ് മെമ്മറീസിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ആ പാറ്റേൺ ക്യാച്ച് ചെയ്യും. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കാൻ തുടങ്ങും. അങ്ങനെ പാസ്റ്റിലത്തെ നല്ല മെമ്മറീസിനെ ഫോക്കസ് ചെയ്ത് അതിനെ ചെറിഷ് ചെയ്തുകൊണ്ട് ആയിരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അതാണ് നിങ്ങൾക്ക് കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഗ്രസ് കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കാം. അപ്പൊ ഈ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. മാത്രമല്ല പുതിയ എനർജീസിനെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനും അതിലൂടെ സാധിക്കും. ആ ഒരു അലൈൻമെന്റും അവിടെ പോസിബിൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ എന്ത് ആക്ഷൻ ആണോ എടുക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ആ മാറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നു. അതിനോടൊപ്പം നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ, അത് എന്താ പറയണ്ടേ, അത് നടന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് എടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിൽ ഫുള്ളി നിങ്ങൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം. അതിനാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ ഒരു വർഷത്തിൽ. ആ ആക്ഷൻ എടുക്കുന്നുണ്ട്, അത് വേറൊരു കാര്യത്തിന് വേണ്ടി അത് മാറ്റിവെക്കുക, അത് ചെയ്യാതിരിക്കുക, അങ്ങനത്തെ പ്രവണതകൾ ഉണ്ടെങ്കിൽ അത് വേണ്ട. ഓക്കെ, ഈ ഒരു കാര്യം, ഈ ഒരു ആക്ഷൻ അത് തന്നെയാണെങ്കിലും അത് എടുക്കുക. ചിലപ്പോൾ പുതിയത് എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾ ചിലപ്പോ അപ്ലിക്കേഷൻസ് ഇത്ര ഓരോ ദിവസം ഇത്ര ജോലി വെച്ച് അപ്ലൈ ചെയ്യാനോ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും എന്ത് ആക്ഷൻ ആണോ നിങ്ങൾ എടുക്കുന്നത്, ചിലപ്പോൾ ആരെങ്കിലും ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് അവരിൽ നിന്ന് അറിവുകൾ നേടുന്നതൊക്കെ ആയിരിക്കാം. അതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ആക്ഷൻസ്. നിങ്ങൾ എന്ത് ആക്ഷൻ ആണോ എടുക്കുന്നത് അതിൽ കൺസിസ്റ്റന്റ് ആകുക. ഓക്കെ, അതിൽ കൺസിസ്റ്റന്റ് ആകുക, അതിന് പ്രാധാന്യം കൊടുക്കുക, അതിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്ന ഒരു വിശ്വാസം, ആ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം, അത് നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റണം. അത് നടന്നു കഴിഞ്ഞു, ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് ലഭിച്ചു കഴിഞ്ഞു, ഞാൻ ആഗ്രഹിച്ച പ്രൊമോഷൻ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രോഗ്രസ്, കരിയറിലെ ഉന്നതി അതെനിക്ക് ലഭിച്ചു കഴിഞ്ഞു, ഞാൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിനോട് നന്ദി പറയാൻ പറ്റണം. ആ ഒരു എന്താ പറയാ, വിശ്വാസം, അതിനെ ഉറപ്പിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ കരിയറിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുക. ആ ബെസ്റ്റ് കേസ് സിനാരിയോ എന്താണെന്നുള്ളത് നറേറ്റ് ചെയ്യുക, അത് വിഷ്വലൈസ് ചെയ്യാം.
ഓക്കെ, അങ്ങനെ ഒരു പോസിറ്റീവ് എത്രത്തോളം നിങ്ങൾ ഏത് എനർജിയിലാണോ ആയിരിക്കുന്നത്, ഏത് എനർജിയിൽ നിന്നുകൊണ്ടാണോ നിങ്ങളുടെ കരിയറിന്റെ ഫ്യൂച്ചറിനെ നിങ്ങൾ നോക്കി കാണുന്നത്, പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾ ആയിരിക്കുന്നത്, ആ എനർജിയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുക. അപ്പോ പോസിറ്റീവ് എനർജിയിൽ ആയിക്കൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനെ, കരിയറിലെ ഫ്യൂച്ചറിനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ, അതിനെ നറേറ്റ് ചെയ്യുമ്പോൾ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡിൽ ഇരുന്നുകൊണ്ട് ഒരു വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ നിങ്ങൾ നിങ്ങളുടെ കറണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ ആഗ്രഹിക്കുന്ന മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് അട്രാക്ട് ചെയ്യും, ഈ മാറ്റങ്ങൾ അട്രാക്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഏത് എനർജിയിലായി നിന്നുകൊണ്ടാണ് നിങ്ങൾ ഭാവിയെ നോക്കി കാണുന്നതെന്നും ഏത് എനർജിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. നെഗറ്റീവ് എനർജിയാണ് നിങ്ങളുടെ ഉള്ളിൽ സ്ട്രോങ് ആയി നിൽക്കുന്നത് എങ്കിൽ അത് നിങ്ങൾ മാറ്റണം. അത് മാറ്റി പോസിറ്റീവ് എനർജി നിന്നുകൊണ്ട് ഞാൻ ഇതിനകത്ത് പറഞ്ഞ പോലെ വിശ്വാസത്തോടെ, ക്ഷമയോടെ, പ്രതീക്ഷയോടെ പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതനുസരിച്ച് മാറ്റങ്ങൾ കാണാൻ സാധിക്കുക. ആ എനർജി, ആ ഒരു ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ കരിയറിലും നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലും ഉണ്ടാകാവുന്ന മാറ്റങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു വർഷത്തിൽ, അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സിഗ്നിഫിക്കന്റ് ടൈം ഫ്രെയിം, വളരെ പെട്ടെന്ന് തന്നെയാണ് നമുക്ക് ആ ടൈം ഫ്രെയിം വന്നത്. ഒരു ഫിസിക്കൽ ടൈം ഫ്രെയിം ഉണ്ട്, ഒരു സ്പിരിച്വൽ ടൈം ഫ്രെയിം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് മാസ് റെട്രോഗ്രേഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത മാസ് റെട്രോഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാനുവരി 10, 2027 തൊട്ട് ഏപ്രിൽ 1, 2027 വരെയുള്ള സമയം. അതായത് അടുത്ത ഈ ഒരു വർഷത്തിന്റെ ഏകദേശം ലാസ്റ്റിലാണ് കാണുന്നത്. അപ്പൊ ആ ടൈം, അതായത് ഏപ്രിൽ 1, 2027 വരെ ഉള്ള സമയത്തിനുള്ളിൽ, എസ്പെഷ്യലി ജാനുവരി തൊട്ട് ഏപ്രിൽ വരെയുള്ള സമയത്തിനുള്ളിലാണ് നിങ്ങൾക്ക് ഈ മാറ്റങ്ങൾ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കാം. അതുപോലെ തന്നെ ഈ ഒരു മാറ്റങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ, ഒരു മെസ്സേജ് നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രാധാന്യം ഉണ്ട് ഇവിടെ. ആ കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നതിന് ശേഷമാണ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഈ മാറ്റങ്ങൾ ട്രിഗർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയം നിങ്ങൾക്ക് അപ്പൊ ആവശ്യത്തിന്റെ സമയം, ഈ സമയം കൃത്യമായി പ്ലാൻ ചെയ്ത് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് കൃത്യമായി എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുക. ഡെഫിനറ്റ്ലി ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ, അതായത് അടുത്ത ഏപ്രിൽ 1, 2027 പ്രത്യേകിച്ച് ആ ജാനുവരി ടു ഏപ്രിലിനുള്ളിൽ ഡെഫിനറ്റ്ലി ഈ പറയുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കരിയറിലും നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ അനുഭവത്തിൽ അത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ധൃതി വെച്ചിട്ട് കാര്യമില്ല. ഓരോ കാര്യങ്ങൾ നടക്കുന്നതിന് അതിന്റെ സമയം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുക. അപ്പോൾ ഇപ്പോൾ തുടങ്ങി, അതായത് മാഡം 1 തുടങ്ങി ഏപ്രിൽ 1 വരെയുള്ള, അടുത്ത വർഷം ഏപ്രിൽ 1 വരെയുള്ള സമയം, ഇത്രയും ടൈം പീരീഡ് ആണ് നിങ്ങൾക്ക് ഉള്ളത്, ഏകദേശം ഈ ഒരു വർഷം മുഴുവൻ തന്നെ. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഈ പറയുന്ന പോലെ മാറ്റങ്ങളുടെ ഒക്കെ ചിലപ്പോൾ ഫ്രീക്വന്റ് ആയിട്ടുള്ള ചേഞ്ചസ്, പ്രോഗ്രസ് ഒക്കെ ഉണ്ടാവുക ഈ ജാനുവരി ടു ഏപ്രിൽ വരെയുള്ള സമയമായിരിക്കും. ഓക്കെ, ആ ടൈമിൻ്റെ ഉള്ളിലാണ് മാറ്റങ്ങൾക്ക് പിന്നാലെ മാറ്റങ്ങൾ ഒക്കെ സംഭവിക്കുക. അങ്ങനത്തെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടും സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവുക. അപ്പൊ ഈ ഒരു മാഡം 1 തുടങ്ങി തന്നെ അടുത്ത ഏപ്രിൽ 1-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ റെഡി ആയിരിക്കുക, എപ്പോൾ വേണമെങ്കിലും ഈ മാറ്റങ്ങൾ സംഭവിക്കാം. സ്പെസിഫിക്കലി ആ ജാനുവരി ടു ഏപ്രിൽ വരെയുള്ള സമയം. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇനി നമ്മൾ ക്യാപ്സ്യൂൾ ക്ലൂസ് എടുക്കാണ് കേട്ടോ. ഞാൻ ഈ സമയത്തിന്റെ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നല്ല. നമ്മളിങ്ങനെ സാധാരണ ടൈം ഫ്രെയിം പറയുമ്പോൾ ഇനി ഇത്രയും നാളും കാത്തിരിക്കണ്ടേ, അങ്ങനത്തെ ഒരു ചിന്തയാണ് മിക്കവർക്കും ഉണ്ടാവുക. അടുത്ത വർഷം ഏപ്രിലിലേ നടക്കൂ എന്നല്ല, അതിനുള്ളിൽ എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം ആക്ഷൻ എടുക്കുന്നു, എത്രത്തോളം ഈ പറയുന്ന പോലെ ഹീലിംഗ് നടക്കുന്നു, നിങ്ങൾ എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, അതനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ പെട്ടെന്ന് കാണാനും സാധിക്കും. അതെപ്പോഴും മനസ്സിൽ വെക്കാം. ഇനി ക്യാപ്സ്യൂൾ ക്ലൂസ്. അപ്പോൾ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സ്, ഈ റീഡിംഗിൽ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്?
ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, നമുക്ക് തീയതികൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ നമ്മൾ ഇതിൽ കാണിക്കുന്ന ക്യാപ്സ്യൂൾ ക്ലൂസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കണം. അപ്പോഴാണ് ഈ ഗ്രൂപ്പ് നിങ്ങൾക്കാണ് എന്നുള്ളതിന്റെ കൺഫർമേഷൻ ആകാട്ടോ. അങ്ങനെ ഒരു ക്ലൂസും കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ബാക്കി 2 ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു റീഡിങ് കാണേണ്ടതാണ്. ഓക്കെ, നമുക്ക് ജനന തീയതികൾ കിട്ടിയിട്ടുള്ളത് 7, 9, 11, 12, 13, 15, 23, 26, 29. ഓക്കെ, ഇനി നമുക്ക് 2 ദിവസങ്ങൾ ആഴ്ചകൾ കിട്ടിയിട്ടുണ്ട്. തിങ്കളാഴ്ച, ബുധനാഴ്ച. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ ജനിച്ച ദിവസമായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് മാസങ്ങൾ കിട്ടിയിട്ടുള്ളത് വൃശ്ചികം, കന്നി, കുംഭം. പിന്നെ നക്ഷത്രങ്ങൾ കിട്ടിയിട്ടുള്ളത് അനിഴം, പൂരോരുട്ടാതി, കാർത്തിക, ചതയം. ഇനി അക്ഷരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പേര്, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങളൊക്കെ ആയിരിക്കാം. പ, ഢ, സ, ഉ, ധ, ധ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയാണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഈ ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലോ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ വിഷു ആശംസിക്കുകയാണ്. നന്ദി.